മരണം വരണം ജീവിതത്തിലേക്ക്. ജീവിതം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ നാഷണൽ അവാർഡ് വാങ്ങിച്ചാലും ഓസ്കാർ വാങ്ങിച്ചാലും ജീവിതം എന്നത് ICUവിൽ തീരുന്ന ഒന്നാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കെന്ത് തോന്നി? ഇത്ര നെഗറ്റീവ് ആവാൻ പാടില്ല എന്ന് ചിന്തിച്ചോ? പക്ഷേ മരണത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണെങ്കിൽ ഭൂട്ടാനിലെ ഒരു കഥ പറയാം. ഭൂട്ടാൻ സമ്പന്ന രാജ്യമൊന്നുമല്ല. പക്ഷേ 90കളിൽ പാശ്ചാത്യ സംസ്കാരം കടന്നു കയറുന്നതുവരെ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവരുടെ രാജ്യമായിരുന്നു ഭൂട്ടാൻ. ആഗോള സന്തോഷ സൂചിക അഥവാ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതായിരുന്നു ഭൂട്ടാൻ. ഭൂട്ടാനിലെ സന്തോഷത്തിൻ്റെ പ്രധാന കാരണമായി കരുതപ്പെട്ടിരുന്നത് അവരുടെ ഒരു ആചാരമായിരുന്നു. എല്ലാവരും ദിവസവും 5 പ്രാവശ്യം സ്വന്തം നശ്വരതയെപ്പറ്റി ചിന്തിക്കണം. ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് സ്വയം ഓർക്കുമ്പോൾ ഉള്ള സമയം കൊണ്ട് അർത്ഥവത്തായി എന്ത് ചെയ്യാനാകുമെന്ന് ചിന്തിക്കാനാകും. മരണത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നതാണ് 2022 മരണത്തിൻ്റെ മൂല്യത്തെപ്പറ്റി പ്രസിദ്ധീകരിച്ച ലാൻസെറ്റ് കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ. ഏതാണ്ട് 2 തലമുറ മുമ്പ് സംഭവിച്ചിരുന്നതുപോലെ മരണം എന്ന പ്രക്രിയയിൽ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പങ്കാളിത്തം ഉണ്ടാവണം. എല്ലാവരും എന്തെങ്കിലും മരിക്കും, മരണം ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് കണ്ടും കേട്ടും കുട്ടികൾ വളരണം. കൂട്ടുകുടുംബത്തിൽ വളർന്നവർക്ക് ഇതാരും പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരിക്കുകയില്ല. ഇന്ന് ഇപ്പോൾ സ്വന്തം കുടുംബത്തിൽ മരണം സംഭവിച്ചു കഴിയുമ്പോഴാണ് അതിനെ ഒരു ഭീകര സ്വത്വമായി കുട്ടികൾ അറിയുന്നത്. നിങ്ങളുടെ മരണം എവിടെയാകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? സ്വന്തം വീട്ടിൽ എന്നും കിടക്കുന്ന കിടക്കയിൽ വേണോ, അതോ എല്ലാ നൂതന സാങ്കേതിക സംവിധാനങ്ങളുള്ളതും ശീതീകരിച്ചതുമായ ICUവിൽ വേണോ? സ്വന്തം കിടക്കയിലെങ്കിൽ പ്രിയപ്പെട്ടവരാൽ ചുറ്റപ്പെട്ട് സ്നേഹം സ്വീകരിച്ചും കൊടുത്തും യാത്രയാകാം. ICUവിൽ 24 മണിക്കൂറും ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചവും യന്ത്രങ്ങളുടെ ശബ്ദവും വേദനിപ്പിക്കുന്ന ട്യൂബുകളും മുഖംമൂടി ധരിച്ച മനുഷ്യരുമായിരിക്കും കൂട്ട്. ആ അന്തരീക്ഷത്തിൽ 3-ൽ 2 വയോധികർക്കും സ്വബോധം നഷ്ടപ്പെടും. ട്യൂബുകൾ വലിച്ചു കളയാൻ ശ്രമിക്കവേ കൈയും കാലും ബന്ധിക്കപ്പെടും. എല്ലാ മനുഷ്യ അവകാശവും അന്തസ്സും കവർന്നെടുക്കപ്പെട്ട ആളെ ആയിരിക്കും രാവിലെയും വൈകുന്നേരവും 5 മിനിറ്റ് മാത്രം ലഭിക്കുന്ന സന്ദർശന സമയത്ത് പ്രിയപ്പെട്ടവർക്ക് കാണാനാകുക. അത് കാണാനേ ആകൂ. ഒന്ന് തൊടാനോ ബോധത്തിലിരിക്കുമ്പോൾ ഒരു ചുംബനം നൽകാനോ തോന്നിയാലും നടക്കുകയില്ല. പേടിപ്പെടുത്തുന്ന കേബിളുകളല്ലേ ശരീരത്തിന് ചുറ്റും. നമുക്ക് അവരെ ഒന്ന് തൊടാൻ പോലും സാധിക്കുകയില്ല. വികസിത രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ലോകത്തിൽ ഏറ്റവും നല്ല ആരോഗ്യ പരിചരണം ലഭ്യമാകുന്ന പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളിലെ 22 ICUകളിൽ 2019 നടത്തിയ പഠനത്തിൽ കണ്ടത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത രോഗാവസ്ഥയിലുള്ളവരിൽ 89.7% പേർക്കും കൃത്രിമ ജീവനോപാധികൾ ഒഴിവാക്കി പകരം പാലിയേറ്റീവ് കെയർ നൽകുന്നു എന്നതാണ്. മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ശാന്തിയും സ്നേഹവും നൽകാം. ശരീരത്തിലെ ഓരോ പ്രധാന അവയവത്തിൻ്റെയും പ്രവർത്തനം യന്ത്രങ്ങളിൽ കൂടി നിരീക്ഷിച്ച് അപ്പോൾ വേണ്ട ഇടപെടൽ നടത്തി രോഗിയെ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിനൊക്കെ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് ഒരു തിരിച്ചുവരവിന് സാധ്യത ഉള്ളപ്പോൾ മാത്രമാണ്. മൂർച്ഛിച്ചു കഴിഞ്ഞ ക്യാൻസറോ മറവി രോഗമോ വാർദ്ധക്യ സഹജമായവ ഉൾപ്പെടെ മറ്റെന്തെങ്കിലും മാറാ രോഗമോ മൂലം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടത് യന്ത്രങ്ങളല്ല, ശാരീരിക മാനസിക ശാന്തിയും സ്നേഹവുമാണ്. അന്തസ്സോടെയുള്ള ജീവിതവും അതിൻ്റെ തന്നെ ഭാഗമായ മരണവും മനുഷ്യാവകാശമാണ്. മൂർച്ഛിച്ച സ്ഥിതിയിലുള്ള ക്യാൻസർ രോഗികളുടെ അന്ത്യകാല ശുശ്രൂഷ ICUവിലാകാൻ പാടില്ലെന്ന് നാഷണൽ ക്യാൻസർ ഗ്രിഡ് അവരുടെ ചൂസിങ് വൈസ്ലി ഇന്ത്യ എന്ന മാർഗരേഖയിൽ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും സ്നേഹിക്കുന്നവരുടെ സാമീപ്യത്തിൽ സ്നേഹം സ്വീകരിച്ച് സ്നേഹം നൽകി അന്ത്യസന്ദേശങ്ങൾ പങ്കുവച്ച് പോകുവാൻ കഴിയട്ടെ.